സ്വാമിജി നമസ്കാരം. മഹാകുംഭമേള വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് തീർത്ഥാടകരും അതുപോലെ തന്നെ സന്യാസി വര്യന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു പുണ്യ ഭൂമിയും അതുപോലെ തന്നെ ഒരു പുണ്യ കർമ്മവും ഒക്കെയാണത്. അപ്പോൾ ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ സംശയങ്ങളുണ്ട്. എന്താണ് ഈ പറയുന്ന കുംഭമേള? അതിലൊരുപാട് സന്യാസി വര്യന്മാരൊക്കെ പങ്കെടുക്കുന്നു, അഘോരികളുണ്ടാവും, പല തരത്തിലുള്ള പല സമ്പ്രദായങ്ങളുള്ള സന്യാസിമാരൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും പല ചർച്ചകളും നടക്കാറുണ്ട്. ഇപ്പം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി? എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ? കുംഭമേളയുടെ ഒരുക്കങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. രണ്ട് തരത്തിലാണ്. ഒന്ന്, ഔദ്യോഗിക സംവിധാനം. ഒരു ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മേളാധികാരിയായിട്ട് മേള അതോറിറ്റി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഒരു മിനിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ സംവിധാനമാണ്. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അതിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും. അത് മേള നഗരി എന്ന് വിളിക്കുന്ന ഗംഗ യമുന സരസ്വതി സംഗമവുമായിട്ട് ഒഴുകുന്ന ഗംഗ, ഇതിൻ്റെ റിവർ ബേസിനിൽ, അതായത് മണൽപ്പരപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണലല്ല, ഒരു പൂടിമണ്ണ് പോലുള്ള മണൽപ്പരപ്പിൽ, അത് പുഴ വന്നു കഴിഞ്ഞ് വെള്ളം കയറുന്ന സമയത്ത് മഴക്കാലത്ത് മുങ്ങിപ്പോകുന്ന സ്ഥലമാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ചില ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ, മേളയുടെ ചില ലൊക്കേഷനുകളൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ മാപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഗയിലാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുക, പുഴയുടെ നടുക്ക് നിൽക്കുകയായിട്ടാണ് കാണിക്കുക. അപ്പോൾ ആ സ്ഥലത്ത് ഒരു 30 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലം, 8000 ഹെക്ടർ സ്ഥലം. ആ ഹെക്ടർ സ്ഥലത്ത് 24 സെക്ടറുകൾ, നമ്മളുടെ ഓരോ വില്ലേജുകൾ പോലെ സെക്ടറുകൾ ഉണ്ടാക്കി അതിന് 6 ലൈൻ റോഡുകൾ, അതായത് ഇരുമ്പ് ഷീറ്റുകൾ, വലിയ ഇരുമ്പ് ഷീറ്റുകൾ വിരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള റോഡുകൾ, അത് ഒരു 1000 കിലോമീറ്റർ റോഡുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നേരെയും കുറുകയും ഒക്കെ ആയിട്ട് ഈ സെക്ടറുകളുടെ ഇടയിലൂടെ. അപ്പം അത് ഈ മണ്ണിലൊക്കെ അല്ലെങ്കിൽ വണ്ടികൾ പൂന്തു പോകും, ഈ പൂഴിമണ്ണിൽ. അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഈ ഒരുക്കങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ കാര്യങ്ങൾക്ക്, ടെൻറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാറിലാണ് യാത്ര ചെയ്യാൻ പറ്റുക. അപ്പോൾ കാറ് താഴേക്ക് പോകും. അപ്പോൾ അവിടെ ട്രാക്ടർ ലെവൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ട്രാക്ടറുകളൊക്കെ വേണ്ടും. ആ ട്രാക്ടറുകളൊക്കെ കെട്ടി വലിച്ച് ഇതിനെ വീണ്ടും മുകളിലേക്ക് എടുത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ ആ വഴികൾക്കൊക്കെ ഓരോ പേരും, ഗംഗേശ്വർ മാർഗ്, കാളി മാർഗ്, മുക്തി മാർഗ് എന്നൊക്കെയുള്ള പേരുകൾ. അപ്പോൾ അങ്ങനെയാണ് ഈ മേള അവിടെ യാത്രയുടെ കാര്യങ്ങൾ. അതിൽ ഈ വലിയ തിരക്ക് വരുന്ന രാജകീയ സ്നാന ദിവസങ്ങൾ, അതിന് തലേ ദിവസം പിറ്റേ ദിവസമൊക്കെ അവിടെ കൂടെ മറ്റു വാഹനങ്ങളൊന്നും പോകില്ല, നടന്ന് തന്നെ പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ ബാറ്ററി ഓട്ടോകൾ ധാരാളം പോകും അതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഏരിയ ചേർന്ന് കിടക്കുന്ന സ്ഥലത്തെ ഈ 8000 ഹെക്ടറാണ് ആ ഭൂമി. അതിനെയാണ് ഇപ്പം മേള നഗരി എന്ന് പറയുന്ന പുതിയ ജില്ലയാക്കി മാറ്റിയിരിക്കുന്നത്. അത് മേള സമയത്ത് മാത്രമാണ് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക. കാരണം അവിടെ ഒരു 3 ലക്ഷത്തോളം ടെൻറ്റുകൾ, ആശ്രമങ്ങളുടെ ടെൻറ്റുകൾ ഉണ്ടാവും. 3 ലക്ഷം ആശ്രമങ്ങൾക്ക് ടെൻറ്റുകൾ ഉണ്ടാവും. പിന്നെ കുറച്ച് ടെൻറ്റുകൾ ഈ കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകളൊക്കെ ലേലം ചെയ്തെടുക്കുന്ന ഇതുണ്ടാവും. അതിൻ്റെ ഒരു ഇരട്ടിയിൽ കൂടുതൽ സ്ഥലം ഒഴിഞ്ഞു കിടക്കും, ക്രൗഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഈ സിറ്റി ഉണ്ടാവുക ഈ കുംഭമേള 12 വർഷം കൂടുമ്പോഴുള്ള കുംഭമേള കാലത്ത് മാത്രമാണ്. അപ്പോൾ ആ ഏരിയയാണ് ഈ മേള നഗരിയാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. ഇപ്പോൾ ഈ സെക്ടറുകളിൽ പോലീസ് സ്റ്റേഷൻ, റേഷൻ ഷോപ്പ്, ഫയർ സ്റ്റേഷൻ, ഒരു സെക്ടർ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു അധികാരി, ഇലക്ട്രിസിറ്റി ഓഫീസ്, വാട്ടർ ഓഫീസ്. കാരണം ഈ എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇത്രയും കിലോമീറ്റർ, ഈ 1000 കിലോമീറ്റർ തന്നെ വാട്ടർ ചെയിനുകൾ, ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ആയിരക്കണക്കിന് കോമൺ ടോയ്ലറ്റുകൾ, ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഈ സംവിധാനത്തിനകത്തുണ്ട്. ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം, ഈ റോഡുകളിൽ മുഴുവൻ CCTV ക്യാമറകൾ, 24 hours ഡ്രോൺ സർവൈലൻസ്. ഇപ്പോൾ ഏകദേശം 15,000-ഓളം പോലീസ് സേന, വുമൺ പോലീസും പുരുഷ പോലീസുമായിട്ടുള്ള പോലീസ് സേന, പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഗതികൾ. പുഴയിലൊക്കെ മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവിക്കുമ്പോഴേ കരയിൽ നിന്ന് നിയന്ത്രിക്കാവുന്ന രീതിയിൽ നമ്മൾ ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ട്യൂബിന് റോബോട്ടിക് ആയിട്ട് പിടിപ്പിച്ചത് പാഞ്ഞു വരും തന്നെ, അങ്ങനെയുള്ള സംവിധാനം. പിന്നെ മൊബൈൽ ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ SOS ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ ഇത് വരും. എല്ലാ സെക്ടറുകളിലും ഹോസ്പിറ്റൽ സൗകര്യങ്ങളുണ്ട്, ആംബുലൻസ് സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാത്തിനും സജ്ജമായ ഒരു സിറ്റിയാണ് ഈ മേളയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. ആ സിറ്റി ഏരിയയാണ് ഇപ്പോൾ മേള നഗരി എന്നുള്ള രീതിയിൽ കുറച്ച് കരഭാഗം കൂടി ചേർത്ത് മേള നഗരി എന്ന് പറയുന്ന പുതിയൊരു ജില്ലയാക്കിയത്. അപ്പോൾ ഇതിൽ പറയുന്ന ഈ ആരോഗ്യത്തിന് വേണ്ട ഹോസ്പിറ്റാലിറ്റി സൗകര്യവും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടല്ലേ? ഇപ്പം യോഗി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വലിയ പിന്തുണ അല്ലെങ്കിൽ ഒരു നല്ല പ്രാധാന്യം ഇതിന് കിട്ടുന്നുണ്ടല്ലേ സ്വാമി? എപ്പോഴും മേളയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർക്കാരുകളും വലിയ കാര്യമായിട്ടാണ് ശ്രദ്ധിക്കുക. ഒന്ന്, മേള മോശമായാൽ ആ സർക്കാരിന് തന്നെ നിലനിൽപ്പില്ലാത്തൊരു സംഗതിയാവും. അതൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അതൊരു അത്രയും വിശ്വാസികളുടെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമാണ്. രണ്ടാമത്തെ കാര്യം,
ഈ മേള സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബിസിനസ്സാണ്. കാരണം മേളയ്ക്ക് ഇപ്പോൾ ഈ മേളയിൽ ഒരു 6,000-7,000 കോടി രൂപ, 5,000-6,000-7,000 കോടി രൂപ അതിൻ്റെ ഒരു ഇതിലാണ് ഗവൺമെൻറ്റിൻ്റെ ചിലവ് വരുന്നത്. ഈ സൗകര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റിന് ലാഭം 30,000 കോടി രൂപയാണ് ഡയറക്റ്റ് വരുമാനം. ലാഭമുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വരുമാനം അവർ കണക്കാക്കുന്നത് 1,00,000 കോടിയിലും കൂടുതലാണ്. അവിടെ വരുന്ന 40 കോടി ആളുകളും പെർ ഡേ 8,000 രൂപ ചിലവാക്കുന്നതാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പം അത്രയും വലിയ, പിന്നെ തൊഴിലവസരങ്ങൾ, ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൽ ഇരുമ്പ് ഇതിട്ടിട്ട് റോഡുകൾ ഉണ്ടാക്കുന്നു, ടെൻറ്റുകൾ ഉണ്ടാക്കുന്നു. പിന്നെ ഗംഗയിൽ 30ഓളം പാലങ്ങൾ, ലോറി വരെ കടന്നു പോകാവുന്ന താൽക്കാലിക പാലങ്ങൾ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ ഇരുമ്പ് ഡോമുകളിൽ റെയിലിട്ട് പലകയടിച്ചിട്ടുള്ള ഇരുമ്പ് പാലങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട്, അപ്പം അതിനുള്ള തൊഴിൽ, ഇതെല്ലാം ചേർന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് മേളയുടെ സമയത്ത് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ്, ആ സമൂഹത്തിൻ്റെ വരുമാനമാണ്. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇതിൽ സംസാരിക്കുകയുണ്ടായി. കാരണം നമ്മളിവിടെ ചെറിയൊരു തൃശ്ശൂർ പൂരം, അതാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമുള്ള. അതിൽ 3 ലക്ഷം തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ 30 ലക്ഷം തൃശ്ശൂർ പൂരം ഒറ്റ സമയത്ത് ഒരുമിച്ച് നടക്കുകയാണ്. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ, അതായത് ഇപ്പോൾ റവന്യൂ എന്നുള്ള രീതിയിൽ കളക്ടർ നേതൃത്വത്തിലുള്ള സംവിധാനം അല്ലെങ്കിൽ പോലീസ് സംവിധാനമൊക്കെ അവരുടെ പണി എളുപ്പാക്കാൻ വേണ്ടി ഇതിനെ എത്രത്തോളം ചുരുക്കാം, എത്രത്തോളം ഒതുക്കാം എന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ കാലത്തും അവിടുത്തെ സർക്കാർ ചെയ്യുന്നത് എത്ര കൂടുതൽ ആളുകളെ കൊണ്ടുവരാം, എത്ര കൂടുതൽ സൗകര്യം കൊടുക്കാം. അവിടെ ഏറ്റവും കൂടുതൽ സന്യാസിമാർക്കും വരുന്ന ഭക്തർക്കും സേവനം ചെയ്യുന്ന പോലീസുകാരെയാണ് നമ്മൾ കാണുക. അവരോട് മക്കട്ട് കയറിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കാര്യമോ ചെയ്യുന്നതല്ല. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഇത് പറയുക, ഹരിദ്വാർ കുംഭമേളയിൽ, ഇതിനും 12 കൊല്ലം മുമ്പുള്ള ഹരിദ്വാർ കുംഭമേളയിൽ ഇരിക്കുമ്പോൾ ഒരു സാധാരണ ആൾ വന്നിട്ട് കടയിൽ നിന്ന് വെള്ളം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗംഗയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നിങ്ങൾ ഗംഗയിൽ പോയി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പോലീസുകാരൻ ഈ കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഗംഗാമയ്യ നിനക്ക് പൈസ വാങ്ങിച്ചിട്ടൊന്നുമല്ലല്ലോ വെള്ളം തന്നിരിക്കുന്നത്, വെള്ളം കൊടുക്കാൻ. അങ്ങനെയുള്ള രീതിയിലാണ് അവിടുത്തെ സംവിധാനം പെരുമാറുക. അപ്പം എല്ലാവരും അത് ആ ഒരു തീർത്ഥാടകരോട് സൗഹൃദപൂർണ്ണമായ ഒരു സമീപനത്തിൽ കൂടെ നല്ല രീതിയിൽ മേള നടത്തി കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് നല്ല പേരും കൂടുതൽ വരുമാനവും ഉണ്ടാക്കാനാണ് അവിടുത്തെ സർക്കാരുകൾ ശ്രമിക്കുന്നത്. അതാണ് നമ്മളിവിടെ തൃശ്ശൂർ പൂരം, ശബരിമല യാത്ര നടത്തുന്നതും കുംഭമേള നടത്തുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം. അതെ അതെ സ്വാമി, നമ്മളിപ്പം കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ ഇപ്പം അങ്ങോട്ട് ഒരുപാട് ആളുകൾ പോകുമായിരിക്കും. ഇപ്പോൾ കുംഭമേളയെ പറ്റി അറിയാനും ഒക്കെ ഒരുപാട് ആളുകൾ പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കളടക്കം ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കാലാവസ്ഥയാണ്. കാരണം നമുക്ക് കേരളത്തിന് പരിചിതമല്ലാത്ത എക്സ്ട്രീം കോൾഡാണ് അവിടെയുള്ളത്. ഇവൻ 5 ഡിഗ്രി 4 ഡിഗ്രി അങ്ങനെയൊക്കെ പോകാം. നമുക്കത് ഇന്ന് നല്ല തണുപ്പാണെങ്കിൽ നാളെ ഇത്തിരി ഭേദമായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഏറ്റവും നല്ല വിൻ്റർ സീസണിലാണ് മേള നടക്കുന്നത്. അതുകൊണ്ട് തണുപ്പിനുള്ള എല്ലാ കാര്യങ്ങളും കരുതണം. അവിടെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോഴായിരിക്കും ന്യൂമോണിയോ ബ്രോങ്കൈറ്റീസോ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ സ്വെറ്റർ, ജാക്കറ്റ്, മങ്കി ക്യാപ്പ്, മഫ്ലർ, സോക്സ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. സോക്സും സ്വെറ്ററും ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങാൻ തന്നെ പാടുള്ളൂ. പിന്നെ നല്ല പൊടിയുള്ള സ്ഥലമാണ്, ഈ പൂഴി മണ്ണിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവർ മാസ്ക് തുടങ്ങിയിട്ടുള്ള സംഗതികളും കരുതണം. കാലാവസ്ഥയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഷഹി സ്നാന ദിവസങ്ങളിൽ, രാജകീയ സ്നാന ദിവസങ്ങളിൽ, അത് 5 ദിവസമാണ്. മകരസംക്രാന്തി ജനുവരി 14, മൗനി അമാവാസി ജനുവരി 29, വസന്ത പഞ്ചമി ഫെബ്രുവരി 3, മാഘപൗർണമി ഫെബ്രുവരി 12, ശിവരാത്രി ഫെബ്രുവരി 26. ഈ 5 ദിവസവും അതിൻ്റെ തലേന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം അതിഭീകരമായ തിരക്കായിരിക്കും. റെയിൽവേ സ്റ്റേഷനൊക്കെ 1.5 കിലോമീറ്റർ മുമ്പ് വെച്ച് കാണാവുന്ന തിരക്ക്, റോഡ് 40-50 കിലോമീറ്റർ ബ്ലോക്കായിരിക്കുന്ന തിരക്ക്, ട്രെയിനുകളൊക്കെ ഒരു ദിവസം വരെയൊക്കെ ലേറ്റ് ആവാവുന്ന തിരക്ക്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ മേള നഗരിയിലേക്ക് കടക്കാനോ പുറത്തേക്ക് കടക്കാനോ പറ്റില്ല. അപ്പോൾ അതിന് തലേ ദിവസം വരികയും 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്ന രീതിയിൽ അവിടെ ശ്രദ്ധിക്കണം. അന്നത്തെ ദിവസം ഈ ഒരു സമയത്ത് ഈ 4 ദിവസങ്ങളിൽ ചുരുങ്ങിയത് ഒരു 30-35 കിലോമീറ്റർ ഒക്കെ വരെ നടക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അതിൻ്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ താമസ സൗകര്യങ്ങളൊക്കെ എങ്ങനെ ഒരു പുതിയൊരാൾക്ക്, പുതിയൊരു ഭക്തന് അവിടത്തേക്ക് പോകുന്ന ഒരാൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്? 3 തരത്തിലുള്ള താമസ സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, സിറ്റിയിൽ ഹോട്ടൽ സൗകര്യങ്ങളുണ്ട്, നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഹോട്ടലുകൾ ഗവൺമെന്റിൽ നിന്ന് സ്ഥലം ലീസിനെടുത്ത് ഹോട്ടൽ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ടെന്റുകളുണ്ട്, വാട്ടർ ഹീറ്റർ, അറ്റാച്ച്ഡ് ബാത്റൂം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ്. പക്ഷെ അത്തരം സാഹചര്യത്തിൽ മേള നഗരിയിലുണ്ട്, അതും ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ മേള അതോറിറ്റി, ഈ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സാമാജിക സംഘടനകൾ,
അവരൊക്കെ വലിയ ഡോർമെട്രി സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അത് ചെല്ലുമ്പോൾ ഒഴിവുണ്ടെങ്കിൽ കിട്ടുക എന്നുള്ളതാണ്. ചെറിയ വാടക ഈടാക്കിയിട്ടും അല്ലെങ്കിൽ സൗജന്യമായിട്ടും കൊടുക്കുന്നതുണ്ട്. പിന്നെ ആശ്രമങ്ങളുടെ സൗകര്യങ്ങളാണ്. അത് അതായത് ആശ്രമങ്ങളുടെ ഭക്തർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ആശ്രമങ്ങളുടെ ഒരു സ്ഥിതിയും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് സൗകര്യങ്ങളുള്ളതും ചിലപ്പോൾ വളരെ പ്രാഥമിക സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് ആയിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർത്ഥാടകർക്ക് നമ്മുടെ ശബരിമല തീർത്ഥാടകർക്ക് ഒരു വിരിവയ്ക്കുന്ന ക്ഷേത്രങ്ങളിൽ വിരിവയ്ക്കുന്ന പോലുള്ള സൗകര്യം എന്ന് കണക്കാക്കാം. പൊതുവായിട്ടുള്ള സൗകര്യം, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. അതാത് ആശ്രമങ്ങളുടെ ഭക്തർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒഴിവുണ്ട്, നമ്മളൊരു ആസ്തികനും ഒക്കെയാണെന്ന് അവർക്ക് തോന്നി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരും. അപ്പോൾ നമ്മളവിടെ വാടകയൊന്നുമല്ല, നമ്മളത് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ദക്ഷിണ, ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുക. ഇതാണ് അവിടുത്തെ താമസത്തിൻ്റെ ഒരു കാര്യം. ഭക്ഷണം ഒരുപാട് സ്ഥലത്ത് നിരന്തരമായി അന്നദാനം നടന്നുകൊണ്ടിരിക്കും. അത് കുംഭമേളയിൽ അത് ചെയ്യാത്ത ഏക ആളുകൾ കേരളത്തിൽ നിന്ന് മലയാളികൾ മാത്രമാണ്. അപ്പോൾ ധാരാളം അത് നടന്നുകൊണ്ടിരിക്കും. സ്വാമി, ഇപ്പം അവിടത്തേക്ക് പോകുമ്പോൾ ഈ ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഗതാഗതത്തിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ 3 റോഡ് മാർഗം പോകുക എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ 2 രീതിയിൽ, അതായത് ഇവിടുന്ന് ഫ്ലൈറ്റ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രയാഗ്രാജിൽ തന്നെ എയർപോർട്ട് ഉണ്ട്. സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരെയാണ്. കൊച്ചിയിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാം, കേരളത്തിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ ബാംഗ്ലൂരോ ഹൈദരാബാദോ വഴി കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരിക്കും. ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. എയർപോർട്ടുകളിൽ പ്രയാഗ്രാജ് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ഇന്റർനാഷണൽ യാത്രക്കാർക്ക് ഡൽഹി, ബോംബെ പോലുള്ള വലിയ സിറ്റികളിൽ വന്നിട്ട് അവിടെ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പ്രയാഗ്രാജിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ കാശി, ലക്നൗ, അയോധ്യ 3 ഇന്റർനാഷണൽ എയർപോർട്ടുകളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് റോഡ് മാർഗം വരാം. റോഡ് മാർഗം ഒരു 150-200 കിലോമീറ്ററാണ് ഉണ്ടാവുക. ട്രെയിനാണെങ്കിൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പ്രയാഗ്രാജ് ജംഗ്ഷൻ, പ്രയാഗ്രാജിൽ ഒരു 8ഓളം റെയിൽവേ സ്റ്റേഷനുകൾ പ്രയാഗ്രാജിലുണ്ട്. പ്രയാഗ്രാജ് ജംഗ്ഷൻ, പ്രയാഗ്രാജ് രാംബാഗ്, പ്രയാഗ്രാജ് ചെക്കോയി, പിന്നെ ജൂസി, നൈനി, ഭാഭാമൗ എന്ന് പറയുന്ന, നമുക്ക് പരിചയമില്ലാത്തൊരു വാക്കാണ്, അങ്ങനെ ഒരു സാധനം, സുബേദാർഗഞ്ച്, അങ്ങനെയൊക്കെയുള്ള ഒരു 8ഓളം സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് പ്രയാഗ്രാജ് ജംഗ്ഷനിലേക്കാണ് ഒരു ട്രെയിൻ സ്ഥിരമായിട്ടുള്ളത്. എറണാകുളം പറ്റ്ന എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ ഒരിക്കലാണ്. ശനിയാഴ്ച രാത്രി പോയി ചൊവ്വാഴ്ച രാവിലെ അവിടെ എത്തും. പിന്നെ കാൺപൂർ 150 കിലോമീറ്റർ അകലെയുള്ള കാൺപൂർക്ക് ആഴ്ചയിൽ 4 ദിവസം റപ്തിസാഗർ എക്സ്പ്രസ് ഉണ്ട്. ഡൽഹി ട്രെയിനുകളിൽ പോവുകയാണെങ്കിൽ, ദിവസവുമുള്ള മംഗള, കേരള തുടങ്ങിയുള്ള ഡൽഹി ട്രെയിനുകളിൽ പോവുകയാണെങ്കിൽ ഝാൻസി റാണി വീരാംഗന ലക്ഷ്മിബായി ഝാൻസി സ്റ്റേഷൻ, ആ ഝാൻസി സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നാണെങ്കിൽ 400 കിലോമീറ്റർ പ്രയാഗ്രാജിലേക്ക് ഉണ്ട്. റോഡ് മാർഗ്ഗമാണെങ്കിൽ ഒരു 6-7 കിലോമീറ്റർ, അല്ല 6-7 മണിക്കൂർ. അല്ലെങ്കിൽ കാൺപൂർ വന്ന് കാൺപൂരിൽ നിന്ന് വരാം. ഡൽഹി പ്രയാഗ് ട്രെയിനുകളൊക്കെ കാൺപൂർ വഴിയാണ്. അല്ലെങ്കിൽ കാൺപൂരിൽ നിന്ന് 150 കിലോമീറ്റർ നമുക്ക് റോഡ് മാർഗവും വരാം. ഇങ്ങനെയാണ് ട്രെയിനിൻ്റെ ഒരു സംവിധാനം. പക്ഷേ ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിനുകൾ, ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഒരു സ്പെഷ്യൽ ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഗയയിലെ വരെ പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരിച്ചു പോരാനുള്ള ട്രെയിൻ പ്രയാഗ്രാജ് ജംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ പ്രയാഗല സ്റ്റേഷനുകളിൽ നിന്ന് ബുക്ക് ചെയ്യാതിരിക്കുകയായിരിക്കും കുറച്ച് ബുദ്ധി. കാരണം അവിടെ തിരക്കുള്ളത് കൊണ്ട്, ആ സമയത്ത് തിരക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സീറ്റിലൊക്കെ വേറെ ആളുകളൊക്കെ കയറി ഇരിക്കുക, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. അത്രയും തിരക്കായിരിക്കും. അതുകൊണ്ട് കാൺപൂർ തുടങ്ങിയിട്ടുള്ള അടുത്തുള്ള സ്റ്റേഷനുകളിൽ നിന്ന് ബുക്ക് ചെയ്യായിരിക്കും ട്രെയിനിൻ്റെ കാര്യത്തിൽ നല്ലത്. എന്തായാലും ഇത്രയും വലിയൊരു ഒരു പുണ്യമായിട്ടുള്ള ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെയൊക്കെ പോകണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങ് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ഒരുപാട് സഹായകമായിരിക്കും. എന്തായാലും ഒരുപാട് നന്ദി.